അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. പരമകാരുണികനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ സ്തോത്രം അള്ളാഹുവിന് മാത്രം. അവൻ സർവ്വലോക പരിപാലകൻ, പരമകാരുണികൻ, കരുണാമയൻ, പ്രതിഫല ദിനത്തിൻ്റെ നാഥൻ. നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളെ നേർമാർഗത്തിലേക്ക് നയിക്കണമേ. നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലേക്ക്, നിന്റെ കോപത്തിന് പാത്രമായവരുടെയും വഴിപിഴച്ചവരുടെയും മാർഗത്തിലേക്കല്ല തന്നെ. അൽഹംദുലില്ലാഹ്. ഖറാനീക്കിൻ്റെ കഥ, അതിനുശേഷമുണ്ടായിട്ടുള്ള അബിസീനിയൻ കലാപം, ഇതെല്ലാം ഒരു ശാസ്ത്രീയ പഠനത്തിന് വിധേയമാക്കാം. ഈ കഥയുടെ സ്വീകാര്യത, അതിനെ സംശയകരമാക്കുന്ന ഒന്നാമത്തെ കാര്യം അതുമായിട്ട് ബന്ധപ്പെട്ട വാക്യങ്ങളുടെ നിവേദനത്തിൽ കാണുന്ന ഏക അഗ്രതയില്ലായ്മയാണ്. ചില ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഇതിൽ നിന്ന് ഭിന്നമായ റിപ്പോർട്ടുകളുണ്ട്. നിവേദനങ്ങളിലുള്ള ഈ വൈവിധ്യം തന്നെ ഈ കഥ വ്യാജമാണ് എന്നുള്ളതിന് തെളിവാണ്. ഇബ്നു ഇസ്ഹാഖ് പറഞ്ഞ പോലെ അത് നിരീശ്വരവാദികളുടെ നിർമ്മിതിയാണ് എന്ന് തീർച്ച. ദിവ്യമായിട്ടുള്ള സന്ദേശ പ്രബോധനത്തിൽ നബി തിരുമേനി പാലിച്ച സത്യസന്ധതയിൽ സംശയം ജനിപ്പിക്കുക, അതാണ് ഈ കഥയുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. ഖറാനീക്ക് കഥയുടെ, ഖറാനീക്കിൻ്റെ കഥ വ്യാജമാണ് എന്നതിന് നിഷേധിക്കാൻ കഴിയാത്ത ഖണ്ഡിതമായിട്ടുള്ള വേറൊരു തെളിവും കൂടി തരാനുണ്ട്. സൂറത്തുൻ നജ്മിലെ പ്രതിപാദ്യത്തിൻ്റെ സ്വഭാവവും സന്ദർഭവും പ്രസ്തുത വാക്യങ്ങളുടെ സാന്നിധ്യത്തെ തീർത്തും അസാധ്യമാക്കി തീർക്കുന്ന വിധമുള്ളതാണ്. ആ അധ്യായം ഇങ്ങനെ പോകുന്നു: തൻ്റെ രക്ഷിതാവിൻ്റെ മഹത്തരങ്ങളായിട്ടുള്ള ദൃഷ്ടാന്തങ്ങളെ അദ്ദേഹം കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ലാത്തയെയും മുസയെയും പുറമെ മൂന്നാമനായിട്ടുള്ള മനാത്തയെയും കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് ആണും അവന് പെണ്ണും അല്ലേ? അതൊരു നിന്ദ്യമായിട്ടുള്ള പങ്കിടൽ തന്നെയാണ്. നിങ്ങളും പൂർവപിതാക്കൾ നൽകിയ ചില പേരുകൾ മാത്രമാണവ. അവയ്ക്ക് യാതൊരു തെളിവുകളും അള്ളാഹു അവതരിപ്പിച്ചിട്ടില്ല. ഊഹങ്ങളുടെയും ശരീര ഇച്ഛകളുടെയും കാര്യങ്ങൾ മാത്രമാണ് അവർ പിന്തുടരുന്നത്. നിശ്ചയമായും അവരുടെ നാഥനിൽ നിന്ന് അവർക്ക് സന്മാർഗം വന്നെത്തിയിട്ടുണ്ട്. ലാത്ത, ഉസ്സ എന്നീ വിഗ്രഹാരാധകരും അവരുടെ പ്രപിതാക്കളും നൽകിയ പേരുകൾ മാത്രമാണെന്നും അവയുടെ അസ്തിത്വത്തിന് അള്ളാഹു യാതൊരു തെളിവും അവതരിപ്പിച്ചിട്ടില്ല എന്നുമാണ് ഈ പ്രതിപാദനം വ്യക്തമാക്കുന്നത്. അതേക്കുറിച്ച് കുറച്ചുകൂടി വിശദമാക്കുകയാണ്. ലാത്തയെയും ഉസയെയും പുറമെ
മൂന്നാമനായിട്ടുള്ള മനാത്തിയെയും കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? പരമോന്നതരായിട്ടുള്ള ദേവതകളാണവർ. അവരുടെ ശുപാർശ പ്രതീക്ഷിക്കപ്പെടാവുന്നതാണ്. നിങ്ങൾ കാണും അവന് പെണ്ണും അല്ലേ? അതൊരു നിന്ദ്യമായിട്ടുള്ള പങ്കിടൽ തന്നെയാണ്. നിങ്ങളും നിങ്ങളുടെ പൂർവ്വ പിതാക്കളും നൽകിയ പേരുകൾ മാത്രമാണവ. അവയ്ക്ക് യാതൊരു തെളിവുകളും അള്ളാഹു അവതരിപ്പിച്ചിട്ടില്ല. ഇങ്ങനെയൊരു പ്രതിപാദനം അർത്ഥശൂന്യവും പരസ്പര വിരുദ്ധവുമാണത്രേ. വഴിക്ക് വഴി വരുന്ന 4 സൂക്തങ്ങൾ ഒരേ സമയം ലാത്തയെയും ഉസയെയും പുകഴ്ത്തുകയും ഇകഴ്ത്തുകയും ചെയ്യുകയെന്നത് ബുദ്ധിക്ക് എങ്ങനെയാണ് സ്വീകാര്യമാകുക? അത് സ്വീകാര്യമാണെന്ന് ഒരു മനുഷ്യനും, ബുദ്ധിയോടുകൂടിയിരിക്കുന്ന ഒരു മനുഷ്യനും പറയുകയുമില്ല. അതിനാൽ ദേവതകളുടെ കഥ നിരീശ്വരവാദികളുടെ വ്യാജ നിർമ്മിതിയാണെന്നും യുക്തിബോധമുള്ളവർക്ക് അസ്വീകാര്യമായതെന്നും കേട്ട മാത്രയിൽ വിശ്വസിക്കുന്നവർ അതിനെ യാഥാർത്ഥ്യമായി ഗണിക്കുകയാണ് ഉണ്ടായതെന്നും അതാണ് വസ്തുത. ദേവന്മാരുടെ കഥയെ വിമർശിച്ചുകൊണ്ട് എഴുതുമ്പോൾ അഷെയ്ഖ് മുഹമ്മദ് അബ്ദ മറ്റൊരു തെളിവ് പരാമർശിച്ചിട്ടുണ്ട്. തങ്ങളുടെ ദേവന്മാരെ ഉദ്ദേശിച്ച് അറബികൾ അൽ ഗറാനിഖ് എന്ന പദം ഉപയോഗിച്ചതായി അവരുടെ കഥകളിലോ പ്രസംഗങ്ങളിലോ എവിടെയും കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അങ്ങനെയൊരു പദം ആ ഒരു അർത്ഥത്തിൽ അവരുടെ ഭാഷയിൽ പ്രയോഗത്തിൽ ഉണ്ടായിട്ടുള്ളതായിട്ട് ആരും ഇന്ന് അവരെ ഉദ്ധരിച്ചിട്ടില്ല. വെളുത്തതോ അല്ലെങ്കിൽ കറുത്തതുമായ ജലജീവിയായ ഒരു പക്ഷിയുടെ നാമമായും വെളുത്ത് സുന്ദരനായിട്ടുള്ള യുവാവ് എന്ന അർത്ഥത്തിലും മാത്രമേ അൽഗർനൂഖ്, അൽഗറാനിഖ് എന്നീ പദങ്ങൾ പ്രയോഗിച്ചിട്ടുള്ളൂ. അറബികൾ ആരാധിച്ചു വന്ന ദേവന്മാരുടെ അർത്ഥവുമായിട്ടോ വിശേഷണങ്ങളുമായിട്ടോ മറ്റേതെങ്കിലും രൂപത്തിൽ സംബന്ധിച്ചുകൊണ്ടോ അവയിലേതും യോജിക്കുന്നില്ല തന്നെ. അനിഷേധ്യമായിട്ടുള്ള മറ്റൊരു തെളിവ് കൂടി അവശേഷിക്കുന്നുണ്ട്. ഇക്കാര്യം നബി തിരുമേനിയിൽ നിന്ന് തികച്ചും അസംഭവമാണ് എന്നതാണത്. തൻ്റെ കുട്ടിക്കാലത്ത് ശൈശവത്തിലോ ബാല്യത്തിലോ യുവത്വത്തിലോ ഒരിക്കലും ഒരു സാഹചര്യത്തിലും ഒരു കാര്യത്തിനും വേണ്ടിയിട്ട് കളവ്, അസത്യം അദ്ദേഹത്തെ തൊട്ടു തീണ്ടിയിരുന്നില്ല. 25 വയസ്സിന് മുൻപ് തന്നെ അൽ അമീൻ എന്ന അപരനാമം നേടിക്കൊടുത്തത് ആ സത്യസന്ധതയാണ്. അന്നുണ്ടായിരുന്ന മുഴുവൻ ജനങ്ങളും നിലപാടുകളുടെ വ്യത്യാസം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കെ തന്നെ അൽ അമീൻ എന്ന പദപ്രയോഗം അവരെല്ലാം അംഗീകരിച്ചിരുന്നു. എത്രത്തോളം എന്നാൽ പ്രവാചകത്വ ലബ്ധിക്ക് ശേഷം ഒരിക്കൽ ഈ പർവ്വതത്തിനപ്പുറം ഒരു അശ്വസൈന്യം നിലയുറപ്പിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായും അതേ, ഞങ്ങളുടെ ദൃഷ്ടിയിൽ ഒരു ആരോപണത്തിനും നീ വിധേയനായിട്ടില്ല ഇത്ര നാള്. ഇന്നോളം നീ ഒരു കളവ് പറഞ്ഞതായിട്ട് ഞങ്ങൾക്ക് അറിയുകയുമില്ല എന്നാണ് അറബികൾ അന്ന് വിളിച്ചു പറഞ്ഞത്. ശൈശവം മുതൽ ജനസമ്പർക്കത്തിലെല്ലാം വിശ്വസ്തതയ്ക്ക് വിഖ്യാതനായിട്ടൊരു വ്യക്തി സ്വനാഥൻ പറയാത്തത് പറഞ്ഞു എന്ന് എങ്ങനെയാണ് വിശ്വസിക്കുക? ഭയപ്പെടാൻ അർഹൻ അള്ളാഹു മാത്രമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ആ മനുഷ്യൻ തൻ്റെ കൺമുമ്പിലുള്ള സാധാരണ ജനങ്ങളെ ഭയപ്പെട്ടു എന്ന് എങ്ങനെയാണ് സങ്കല്പിക്കാൻ കഴിയുക? തികച്ചും അസംഭവമാണത്. സത്യത്തിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറില്ലാത്ത, ഒരവസ്ഥയിലും ഒരു സാഹചര്യത്തിലും അതിൽ കലർപ്പ് ചേർക്കാൻ സന്നദ്ധരല്ലാത്ത ഈ പരിശുദ്ധാത്മാക്കളെ പഠന വിധേയമാക്കി
പഠന വിഷയമാക്കിയിട്ടുള്ള ആർക്കും ഈ കാര്യം ബോധ്യമാകും. സൂര്യനെയും ചന്ദ്രനെയും ഉള്ളം കയ്യിൽ വെച്ച് കൊടുത്താൽ പോലും ഈ ഉദ്യമത്തിൽ നാമാവശേഷമാവുകയല്ലാതെ പിന്തിരിയുന്ന പ്രശ്നമില്ലെന്ന് പ്രഖ്യാപിച്ചൊരു വ്യക്തി ലോക ജനതയ്ക്കാകമാനം സുവിശേഷവും സന്മാർഗവുമായി അള്ളാഹു അവതരിപ്പിച്ച ഒരു ദീനിന്റെ അസ്ഥിവാര ഇളക്കിക്കളയും വിധം സ്വന്തം വാക്യങ്ങൾ അള്ളാഹുവിന്റെ പേരിൽ ആരോപിക്കുക എന്നത് ഒരു നിലയിലും സംഭവിക്കുന്ന കാര്യമല്ല തന്നെ. ഇനി നമുക്ക് തിരയാനുള്ളത്, ദേവന്മാരെ പുകഴ്ത്തി നബി തിരുമേനി ദേവന്മാരെ പുകഴ്ത്തി എന്ന് പറയുന്ന കാലഘട്ടം, അത് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. അൽഹംദുലില്ലാഹ്.